നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടായിരിക്കാം നമ്മൾ പലപ്പോഴും മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുക. അതുവരെ നമ്മളെ സ്നേഹിച്ചവരുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ മൂടിവെക്കപ്പെട്ട എന്നാൽ ഒരു ഭാരമായി കൊണ്ടുനടന്ന ചില രഹസ്യങ്ങൾ, അങ്ങനെ പലതും നമ്മൾ പറയാൻ ബാക്കി വെച്ച് മരണത്തിന് മുന്നിൽ കീഴ്പ്പെടേണ്ടി വരാറുണ്ട്. നമ്മുടെ മക്കളെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ, കുടുംബത്തെ നമ്മൾ എത്ര കണ്ടു സ്നേഹിച്ചിരുന്നുവെന്ന് പറയാൻ ഒരവസരം കൂടി ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. എന്നാൽ അത്തരക്കാരുടെ പ്രിയ സുഹൃത്താണ് ബിൽ എഡ്ഗർ. അതൊരു തൊഴിലായി എടുത്ത വ്യക്തിയാണ് ബിൽ എഡ്ഗർ. മരണത്തിന് മുൻപ് ഒരാളിൽ നിന്ന് രഹസ്യങ്ങൾ കേൾക്കുകയും മരണശേഷം അത് വെളിപ്പെടുത്തേണ്ടവരോട് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ആളാണ് ബിൽ എഡ്ഗർ. ഒരു കോഫിൻ കൺഫസറായി അദ്ദേഹം ജോലി നോക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല. എന്നാൽ ഈ കാലത്തിനിടയിൽ അനവധി രഹസ്യങ്ങളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ആളുകൾ അവരുടെ അവസാന നാളിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറയും. മരണമടഞ്ഞ വ്യക്തിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ആളുടെ ഇഷ്ടപ്രകാരം അദ്ദേഹം അത് അയാളുടെ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കും. അങ്ങനെ മരണമടഞ്ഞവരുടെ ശബ്ദമായി അദ്ദേഹം മാറും. അവരുടെ ആഗ്രഹങ്ങൾ, വെറുപ്പ്, അനിഷ്ടം, രഹസ്യങ്ങൾ, സ്നേഹമെല്ലാം ബിൽ കുടുംബത്തെ അറിയിക്കും. ഇതുവരെ ആരും ചെയ്യാത്ത ഇത്തരമൊരു ജോലി ബിൽ ഏറ്റെടുത്തതിന് പിന്നിൽ ഒരു സംഭവമുണ്ട്. അതിങ്ങനെയാണ്. അന്ന് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ഒരു അസുഖം ബാധിച്ച് മരണവുമായി മല്ലിടുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് മരണത്തിന് മുൻപ് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് അദ്ദേഹം വെറുതെ ചോദിച്ചു. അപ്പോൾ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും ഏതാനും ആഴ്ചകൾക്ക് ശേഷം ആ മനുഷ്യൻ ബില്ലിനെ വിളിച്ച് ഒരു ഓഫർ നൽകി. രഹസ്യം കേൾക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ ഓഫർ. അന്നു മുതലാണ് ബിൽ ഈ പുതിയ തൊഴിൽ ആരംഭിക്കുന്നത്. ഏകദേശം 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം 22 ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് തൻ്റെ ഉപഭോക്താക്കളുടെ ആഗ്രഹങ്ങളും രഹസ്യങ്ങളും അവരുടെ കുടുംബത്തോട് വെളിപ്പെടുത്തുകയുണ്ടായി. തൻ്റെ സേവനത്തിന് $10,000 അല്ലെങ്കിൽ ഏകദേശം 7 ലക്ഷം രൂപയാണ് ഫീസായി അദ്ദേഹം ഈടാക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഉപഭോക്താവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന 3 പേരോട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയേണ്ടതായി വന്നു. എൻ്റെ കക്ഷിക്ക് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ അവർ പങ്കെടുക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല, ബിൽ പറഞ്ഞു. മരണപ്പെടുന്നവരിൽ ചിലർ മരിക്കുന്നതിന് 6 മുതൽ 12 മാസം വരെ ഒറ്റയ്ക്കായിരിക്കും കഴിയുക. അവർക്ക് അവസാന നാളിൽ ആരെയും കാണാൻ സാധിക്കില്ല. അത്തരം സന്ദർഭത്തിൽ അവർ അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ രഹസ്യങ്ങൾ എന്നോട് തുറന്നു പറയും. ചില ഉപഭോക്താക്കൾ ജീവിച്ചിരിക്കുമ്പോൾ വെളിപ്പെടുത്താൻ മടിച്ചിരുന്ന രഹസ്യങ്ങൾ മരണശേഷം വെളിപ്പെടുത്താൻ ബില്ലിനെ ഏൽപ്പിക്കും, അദ്ദേഹം പറയുന്നു. ചിലപ്പോൾ ഒരു ജീവിതം തകർക്കാൻ മാത്രം ശക്തമായിരിക്കും അത്. ഒരിക്കൽ ഒരു ബൈക്കറുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ബിൽ ഇന്നും ഓർക്കുന്നു. തൻ്റെ ഉപഭോക്താവ് ഒരു സ്വർഗാനുരാഗിയാണെന്ന് അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ മുന്നിൽ വെച്ച് ബില്ലിന് പറയേണ്ടി വന്നു. ഇത് കേട്ട കാമുകി വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയെങ്കിലും അവിടെ കൂടിയിരുന്ന പലർക്കും ഈ സംഭവം അതിനോടകം തന്നെ അറിയാമായിരുന്ന കാര്യമാണ്. അങ്ങനെ ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങളും അദ്ദേഹത്തിന് വെളിപ്പെടുത്തേണ്ടതായി വന്നിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ വെളിപ്പെടുത്തലുകൾ ബിൽ എപ്പോഴും റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയും അവരുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്യും. അങ്ങനെ നിയമപരമായി സ്വയം പരീക്ഷിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കുന്നു. ചിലപ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ പോയി അവരുടെ കുട്ടികൾ കണ്ടെത്താൻ ആഗ്രഹിക്കാത്ത ചില സാധനങ്ങൾ നശിപ്പിച്ച് കളയാൻ എന്നോട് എൻ്റെ ഉപഭോക്താക്കൾ ആവശ്യപ്പെടാറുണ്ട്. അത്തരം സന്ദർഭത്തിൽ ഞാനത് റെക്കോർഡ് ചെയ്യും, ഒരു തെളിവിനായി. കുട്ടികൾ കാണരുതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് അശ്ലീല പുസ്തകങ്ങളോ CD-കളോ ആകാം. ഞാനതെല്ലാം അവർ കാണാതെ നശിപ്പിച്ച് കളയും, ബിൽ പറഞ്ഞു. പലർക്കും അദ്ദേഹം നടത്തുന്ന വെളിപ്പെടുത്തലുകൾ താങ്ങാനാവാത്ത ദുഃഖമാണ് നൽകുന്നതെങ്കിലും ചില സന്തോഷ വാർത്തകളും അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനായിട്ടുണ്ട്. അതേസമയം ചില വെളിപ്പെടുത്തലുകൾക്കും അഭ്യർത്ഥനകൾക്കും നേരെ അദ്ദേഹത്തിന് മുഖം തിരിക്കേണ്ടതായി വന്നിട്ടുണ്ട്.
ഒരിക്കൽ പ്രായമായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വളർത്തുമൃഗത്തെ കൊല്ലണമെന്ന് എന്നോട് പറയുകയുണ്ടായി. നായയും അദ്ദേഹത്തോടൊപ്പം മരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞു. പകരം നായയ്ക്ക് ഒരു നല്ല ഉടമസ്ഥനെ കണ്ടെത്തി കൊടുക്കാമെന്ന് ഞാൻ വാക്കും കൊടുത്തു. ബിൽ പറയുന്നു. 2020 അദ്ദേഹം തൻ്റെ ഉപഭോക്താക്കൾക്കായി ഒരു ഓൺലൈൻ വെബ്സൈറ്റ് തുറന്നിരുന്നു. ആളുകൾ അവരുടെ അവസാനത്തെ ആഗ്രഹങ്ങൾ, സ്നേഹ സന്ദേശങ്ങൾ എല്ലാം അതിൽ പോസ്റ്റ് ചെയ്തു. 8200-ലധികം അപ്ലോഡുകൾ അതിനകം തന്നെ ആ വെബ്സൈറ്റിൽ ലഭിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് ബിൽ പറയുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.